ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CS. ഇന്ന് നിൽക്കുന്നത് സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ മാരാരി ക്ലബിൻ്റെ മുറ്റത്താണ്. അവിടെ വലിയൊരു സ്വീകരണ പരിപാടിയൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ SPC കേഡറ്റുകളാണ് ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. CASFൻ്റെ നേതൃത്വത്തിൽ കോസ്റ്റൽ സൈക്ലത്തോണിനെ സ്വീകരിക്കാൻ ആണ് അവർ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. CASFൻ്റെ ടീം എത്തിയിട്ടുണ്ട്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF 6553 കിലോമീറ്ററാണ് അവർ ഈ സൈക്ലത്തോണിലൂടെ സഞ്ചരിക്കുന്നത്. 125 CISFൻ്റെ സൈക്ലിസ്റ്റുകളാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. 11 സ്റ്റേറ്റ് അവർ 25 ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത്. മാർച്ച് 7-ാം തീയതി ആരംഭിച്ച ഈ യാത്ര ഏപ്രിൽ 1-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ യാത്രയെ ഒരു വൻ വരവേൽപ്പാണ് നമ്മുടെ SPC കേഡറ്റുകൾ, മാരാരി ക്ലബ് സ്കൂളിലെ SPC കേഡറ്റുകളും ടീച്ചേഴ്സും കൂടെ ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് കേരള രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു സ്വീകരണം നമ്മുടെ മാരാരി ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. അത് കോസ്റ്റൽ പോലീസ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ആ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇവരെ നമ്മളിപ്പോൾ നേരെ മാരാരി ബീച്ചിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ വൻ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റൽ സൈക്ലത്തോൺ CISF 2025ൻ്റെ ഭാഗമായി കോസ്റ്റൽ പോലീസ് അർത്തുങ്കലാണ് ഈ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. മുത്തുകുടയും കേരള തനത് രീതിയിലുള്ള ചെണ്ട മേളവും ഒക്കെ ഒരുക്കിയാണ് ഇവിടെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവരെ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തും ഹോം സ്റ്റേ അസോസിയേഷനും ഒക്കെ കൂടെയാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റൽ പോലീസും അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസേഴ്സും എല്ലാവരും തന്നെ ഈ സ്വീകരണത്തിൽ എത്തിയിട്ടുണ്ട്. ചെണ്ടമേളങ്ങളുടെ അകമ്പടികളിലെത്തി കേരള തനിമയിൽ അവരെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. തീരസുരക്ഷയുടെ ഭാഗമായിട്ടാണ്. തീരദേശത്തിൻ്റെ സുരക്ഷയും ലഹരി മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഉള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ യാത്ര നമ്മുടെ തീരപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത്. അവരെ മുല്ലപ്പൂമാലയൊക്കെ അണിയിച്ച് അവർ സ്വീകരിക്കുകയാണ്. മുത്തുകുടയൊക്കെ പിടിച്ച് നമ്മൾ സ്വീകരിച്ച് അവരെ നമ്മുടെ ഈ വേദിയിലേക്ക് അണിയിച്ചിരിക്കുകയാണ്. ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആണ് അവരെ നമ്മൾ സ്വീകരിക്കുന്നത്. കേരള രീതിയിലുള്ള സ്വീകരണം അവർക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു സ്വീകരണമാണ് മാരാരിക്കുളം ബീച്ചിൽ അണിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം CS എന്നിവിടെ പറയുന്നു. യൂണിയൻ ഹോം മിനിസ്റ്റർ ആണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. ഇത് 2 തീരങ്ങളിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റ്, ഈസ്റ്റേൺ കോസ്റ്റ്. വെസ്റ്റേൺ കോസ്റ്റിൽ നിന്ന് ഗുജറാത്തിൽ ലാഫെറ്റ് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ടീമാണിത്. ഏകദേശം 125 സൈക്ലിസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിന് പകുതിയിൽ കൂടുതൽ ആളുകൾ ഇവിടെയും ഈസ്റ്റേൺ കോസ്റ്റിൽ ബാക്കിയുള്ള ആളുകൾ. അങ്ങനെ 2 ടീമായിട്ട് ഇവരെ എല്ലാ തീരങ്ങളും കവർ ചെയ്ത് ഏകദേശം 9 സ്റ്റേറ്റ്സ് കവർ ചെയ്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് എത്തിയിരിക്കുകയാണ്.
അപ്പൊ ഇവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. 31-ന് ഇവർ കന്യാകുമാരിയിലെത്തും. 1-ാം തീയതി ഇവരുടെ ഫ്ലാഗ് ഡൗൺ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു അജണ്ട ഉണ്ട്. കീ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ തീരദേശ സുരക്ഷ. നമ്മുടെ മോട്ടോ തന്നെ സുരക്ഷിത് തട്ട് സമൃദ്ധ് ഭാരത് എന്ന് വെച്ചാൽ സുരക്ഷിത തീരം സമൃദ്ധമായ ഭാരതം. ഈ മോട്ടോ കൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ സൈക്കിൾ റാലി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒന്നാമത്തെ അജണ്ട എന്ന് വെച്ചാൽ തീരദേശ സുരക്ഷയാണ്. നമുക്ക് ഏവർക്കും അറിയാം, മയക്കുമരുന്നിന്റെ വളരെയധികം ഉപയോഗം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് തീരങ്ങളിലൂടെയാണ് കൂടുതൽ റെസ്ട്രിക്ഷൻ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മയക്കുമരുന്നാണെങ്കിലും കള്ളക്കടത്താണെങ്കിലും വെപ്പന്റെ കടത്താണെങ്കിലും എല്ലാം റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു ഏരിയ കോസ്റ്റൽ ഏരിയ ആണ്. അപ്പൊ അതിന്റെ മെസ്സേജ് ആണ് ഇവർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിമൻ എംപവർമെന്റ്, വനിതാ ശാക്തീകരണം, മയക്കുമരുന്ന് എതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ്സ്. അപ്പോൾ നമ്മുടെ വേദിയിലിരിക്കുന്ന ഗസ്റ്റുകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഡെപ്യൂട്ടി കമാൻഡന്റ് അശോക് നന്ദിനി മോഹന്തി മാഡം, ഞങ്ങളുടെ CSFന്റെ കൊച്ചിൻ ബെൽറ്റിന്റെ സീനിയർ ഓഫീസറാണ്. മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ 2019 മാഡം ഒരു സൈക്കിൾ പരേഡ്, സിംഗിൾ ബൈസൈക്കിൾ പരേഡ് നടത്തിയിട്ടുണ്ട്. അതിൽ മാഡം ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ മാഡത്തിന്റെ പേരുണ്ട്. അതാണ് മാഡം ഗിന്നസ് ബുക്കിൽ വരെ പേരുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്ന് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത്. 2019 പ്രീ മൗണ്ടനറിംഗ് സ്വാഗതം ചെയ്യുന്നു ഫാദറിനെ. ഫാദർ നമസ്കാരം, സ്വാഗതം ചെയ്യുന്നു. അപ്പോ മാഡം 2019 പ്രീ മൗണ്ട് എവറസ്റ്റ് ക്ലിയർ ചെയ്തതാണ്. പർവ്വതാരോഹണം യാത്ര ഒരു മോചന യാത്രയാണ്. തീരം സംരക്ഷിക്കണം, ഭാരതം ഒരു സൗഹൃദത്തിന് പോകണം. ഭാരതത്തിന്റെ സൗഹൃദത്തെ വിഘടിതമാക്കുന്ന, മലിനമാക്കുന്ന ലഹരിയിലെല്ലാം മോചിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് ഭാരതത്തിന്റെ സുരക്ഷിതത്വം. അതിനു വേണ്ടുന്ന എല്ലാ പ്രകൃതി നമ്മൾക്ക് ഏറ്റവും നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും. ആ പ്രകൃതിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതിന് പരസ്പരമുള്ള ബഹുമാനവും വേണം. സോ ഐ അപ്രീഷിയേറ്റ് യുവർ പ്രോഗ്രാം ആൻഡ് വി ഓൾ പ്രേ ഫോർ. थोड़ा पीछे one more. Sir.